ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതിനോടൊപ്പം തന്നെ പല പ്രമുഖരും സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ സൂചനകളാണ് റിപ്പോർട്ട് നൽകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ പല താരങ്ങൾക്കെതിരെയും മുൻപ് വന്ന മീറ്റു ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയാണ്. ഇതിൽ തന്നെ നടനും മുൻ MLA-യുമായിരുന്ന മുകേഷിനെതിരായ സമാനമായ ആരോപണങ്ങൾ വന്നിരുന്നു. നിലവിൽ ബോളിവുഡ് സജീവമായ കാസ്റ്റിംഗ് ഡയറക്ടറായ ടെസ് ജോസഫാണ് മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉന്നയിച്ചത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ സംവിധായികയായിരുന്ന സമയത്തെ അനുഭവമാണ് 2018-ൽ ടെസ് തോമസ് പുറത്തുവിട്ടത്. അന്ന് തനിക്ക് 20 വയസ്സാണ് പ്രായമുണ്ടായിരുന്നതെന്നും പരിപാടിയുടെ സമയത്ത് മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നും എന്നാൽ അതിന് വഴങ്ങാതെ വന്നതോടെ തന്റെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയെന്നും സാമൂഹ്യമാധ്യമമായ എക്സിൽ ടെസ് തോമസ് കുറിച്ചിരുന്നു. ഇതിൽ നിന്നും തന്നെ രക്ഷിച്ചത് തന്റെ ബോസും തൃണമൂൽ കോൺഗ്രസ് MPയുമായിരുന്ന ഡെറിക് ഒബ്രിയൻ ആയിരുന്നുവെന്നും ടെസ് തോമസ് പോസ്റ്റിൽ പറയുന്നു. ആ ടീമിലെ ഏക വനിതാ അംഗം ഞാനായിരുന്നു. ഒരു രാത്രി തുടർച്ചയായി ഫോൺ കോളുകൾ വന്നതോടെ എന്റെ സഹപ്രവർത്തകർ ഒരാളുടെ റൂമിൽ താമസിക്കേണ്ടതായി വന്നു. പിന്നീട് റൂം മാറ്റിയപ്പോൾ എന്തിനാണ് റൂം മാറ്റിയതെന്ന് ഹോട്ടൽ അധികൃതരോട് ചോദിക്കേണ്ടതായി വന്നു. മുകേഷ് പറഞ്ഞിട്ടാണ് മാറ്റിയതെന്നാണ് മറുപടിയായി ലഭിച്ചത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ച നടന്മാരിൽ ഒരാൾ മുകേഷാണ്. റിപ്പോർട്ട് പുറത്തു വന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും ഹേമ കമ്മിറ്റിയുമായി താൻ 4 മണിക്കൂറോളം സംസാരിച്ചെന്നും മുകേഷ് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും എല്ലാ മേഖലയിലും സ്ത്രീകളുടെ സംരക്ഷണം ലഭിക്കണമെന്നാണ് മുകേഷ് പ്രതികരിച്ചത്. മനുഷ്യരായി കഴിഞ്ഞാൽ